നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ ആരാംകോയിലെ ആക്രമണം പ്രവാസികളെ പോലെ തന്നെ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വീണ്ടും ഹൂതികൾ ആക്രമണം നടത്തും എന്നുള്ള വാർത്ത പുറത്തു വരുന്നതോടെയാണ് ഈ രണ്ട് ഭാഗങ്ങളിലും ആശങ്കകൾ നിഴലിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയം പറഞ്ഞ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക എല്ലായിടത്തും ഉണ്ട്. ആക്രമണങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് വരികയാണ് എന്നാണ് സൗദി ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു. ആഗോള വിപണിയിൽ കഴിഞ്ഞ ദിവസം പകൽ കുതിച്ചുയർന്ന എണ്ണവില വൈകിട്ടോടെ അല്പം താഴ്ന്നുവെങ്കിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഭീഷണി കാര്യങ്ങളെ വഷളാക്കുമെന്നാണ് നിരീക്ഷണങ്ങൾ വരുന്നത്. ശനിയാഴ്ച നടന്ന ആക്രമണത്തിന് ശേഷം ഇന്നലെ എണ്ണവില 20% വരെ വർദ്ധിച്ചിരുന്നു. 1990-91 ഗൾഫ് യുദ്ധത്തിന് ശേഷം ഒറ്റ ദിവസം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വർധനയാണ് ഇത്. അസംസ്കൃത എണ്ണവില വെള്ളിയാഴ്ച $60.22 ആയിരുന്നു. ഇന്നലെ ബാരലിന് $71.95 ആയിരുന്നു. $71.95 വരെ ഉയർന്ന വില രാത്രി $65 എത്തി നിൽക്കുകയായിരുന്നു. എണ്ണ വിപണിയിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ കൂടുതൽ ശേഖരം പ്രയോജനപ്പെടുത്തും എന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയാണ് വിപണിക്ക് ഇപ്പോൾ കരുത്ത് പകർന്നിരിക്കുന്നത്. എന്തായാലും ആശങ്കകൾ ഇതുവരെയും വിട്ടൊഴിഞ്ഞിട്ടില്ല. എന്നാൽ ആരാംകോ ആക്രമണത്തെ തുടർന്നുണ്ടായ വിലയിലെ ചാഞ്ചാട്ടം ആഴ്ചകളോളം തുടർന്നേക്കാമെന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. വില $7,580 ഉയരും എന്നാണ് ആശങ്ക. യമനിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സൈനിക നടപടികൾ നിർത്തിവച്ചില്ല എങ്കിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന വിദേശികൾ പ്രദേശം വഴി ഒഴിഞ്ഞു പോകണം എന്നുമാണ് ഹൂതികൾ പുതിയതായി മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനിടെ എണ്ണ സംസ്കരണ പ്ലാന്റായ അബ്ഖൈഹിലെ എണ്ണപ്പാടം ഹുറൈസിലെയും പ്രവർത്തനം വീണ്ടെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആരാംകോ. ഇന്ധന വിതരണത്തിലെ തടസ്സം പുനഃസ്ഥാപിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തുവെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളത് ഇതുവരെയും സൗദി വ്യക്തമാക്കിയിട്ടില്ല. ഈ ഒരു ആക്രമണത്തിന്റെ പേരിൽ US ഇറാൻ വാക്പോര് മുറുകുന്നതിനിടെ ഭീകരവാദാക്രമണങ്ങൾക്കെതിരെ തിരിച്ചടിക്കാൻ സൗദിക്ക് പ്രാപ്തിയുണ്ട് എന്നും തങ്ങൾ അതിന് തയ്യാറാണ് എന്നും ട്രംപിനോട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ US ആരോപണങ്ങൾ തള്ളി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തുകയുണ്ടായി. അർത്ഥമില്ലാത്ത ആരോപണങ്ങളാണ് US ഇറാനെതിരെ ഉന്നയിക്കുന്നതെന്നും ഇറാനെതിരായ ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങളെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. തങ്ങളെ ആക്രമിക്കാൻ പഴുതു തേടുകയാണ് അമേരിക്കയെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് അബ്ബാസ് മുസവി കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് US ശ്രമം. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുമ്പോൾ അവർ നുണ ആയുധമാക്കുന്നുവെന്നും മുസവി പറയുകയുണ്ടായി. ആക്രമണത്തിന് ഇറാനെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും എന്ന് പോംപെയുടെ ഭീഷണിക്ക് മറുപടിയായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇത്തരത്തിൽ പറഞ്ഞത്. സൗദിയിലെ ആക്രമണത്തിന്റെ പേരിൽ തങ്ങൾക്കെതിരെ നീങ്ങാം എന്നാണ് അമേരിക്കയുടെ പദ്ധതിയെങ്കിൽ ഇറാൻ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് സജ്ജമാകും എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അമീർ അലി അജിസാഹി പ്രതികരിച്ചത്. ഡെമോക്രാറ്റിക് നേതാക്കളും US ആരോപണത്തെ നിഷേധിച്ച് രംഗത്തെത്തുകയുണ്ടായി. അടുത്ത വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ യുദ്ധഭ്രാന്ത് വളർത്തി അധികാരം പിടിച്ചെടുക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് എന്നായിരുന്നു ഡെമോക്രാറ്റിക് നേതാക്കളുടെ പ്രധാന ആരോപണം. ഹൂതികൾക്ക് ഇറാന്റെ പിന്തുണയുണ്ട് എന്ന് കരുതി ഹൂതികളെ ഇറാന് സമാനമായി കാണാനാകില്ല എന്നാണ് ഡെമോക്രാറ്റിക് സെനറ്റർ ക്രിസ് മർഫി വ്യക്തമാക്കിയത്. ഇതിന് പിന്നാലെ സ്വന്തം എണ്ണക്കിണറുകൾ തകർന്ന് കഴിയുമ്പോഴേ ഇനി ഇറാൻ പഠിക്കുകയുള്ളൂ എന്നാണ് റിപ്പബ്ലിക്കൻ സെനറ്ററും ട്രംപിന്റെ അടുപ്പക്കാരനുമായ ലിൻസി ഗ്രാം ട്വീറ്റ് ചെയ്തത്.